ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2062. ഇന്ന് ഓഗസ്റ്റ് മാസം 23-ാം തീയതി 235-ാമത്തെ ദിവസത്തിലെത്തി. ധർമ്മദാനത്തെക്കുറിച്ച് ക്രിസ്തുയേശു കാര്യമായിട്ട് പറയുന്നുണ്ട്. ഗിരിപ്രഭാഷണത്തിനകത്താണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ ആരംഭഭാഗം. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ വേണ്ടി കപടനാട്യക്കാരെ പോലെ ഒന്നും ചെയ്യേണ്ടെന്ന് പറയുക. ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളം മുഴക്കരുതെന്ന് പറയുന്നു. എല്ലാം രഹസ്യമായിരിക്കേണ്ടതിന് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പാടാണ് കേട്ടോ. കുറച്ചൊക്കെ പരസ്യവും കുറച്ചൊക്കെ അംഗീകാരവും കുറെയൊക്കെ ആദരവും കിട്ടുന്നില്ലെങ്കിൽ ആരാണ് ധർമ്മദാന ശുശ്രൂഷകളിലൊക്കെ ഏർപ്പെടുക? കുറെ കൂടി മനസ്സോടുകൂടി അർഹതപ്പെട്ടവരെയും നിരാലംബരെയും ഒക്കെ കാണാനും ചേർത്ത് പിടിക്കാനും പറ്റിയാൽ അതെ, ക്രിസ്തുമൂല്യങ്ങളായ കരുണയും അനുകമ്പയും അനുഭാവവും ഒക്കെ കുറച്ചുകൂടി നമ്മളൊന്ന് സ്വരൂപിച്ചാൽ കാര്യം നേരെയാവും കേട്ടോ. ഓരോന്നും സ്വന്തമാക്കാനുള്ള നമ്മളുടെ തീരുമാനങ്ങളെക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ്, മൂല്യമുള്ളതാണ് ഉപയോഗമില്ലാത്തവ ഉപേക്ഷിക്കാനുള്ള തീരുമാനം. എനിക്ക് ഉപകാരമില്ലാത്തത്, എനിക്കിനി വലിയ ഉപയോഗമില്ലാത്തതെങ്കിലും ഞാൻ ഉപേക്ഷിക്കാൻ പഠിക്കണ്ടേ? കൈവശപ്പെടുത്താനുള്ള ആഗ്രഹം ലഭിച്ചേക്കാവുന്ന സുഖത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കേട്ടോ. എന്നാൽ ചിലതൊക്കെ കൈവിടാനുള്ള തീരുമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖത്തിന്റെ വിടുതലാണ്. കിട്ടിയതിനെ ഉപേക്ഷിക്കാൻ അതുവരെ ഉണ്ടായിരുന്ന ആനന്ദവും ആനുകൂല്യവും വേണ്ടെന്ന് വെക്കുന്നു. സ്വന്തമാക്കാനായിട്ട് ഇതൊന്നും വേണ്ട. ആർത്തി മാത്രം മതി, അത്യാഗ്രഹം മാത്രം മതി. സ്വതന്ത്രമാക്കാനായിട്ട് അനുകമ്പ വേണം, ആലോചന വേണം. എന്തൊക്കെ സ്വന്തമാകണം? ഒഴിച്ചുകൂടാനാവാത്തവയും വളരാൻ സഹായിക്കുന്നവയും പ്രചോദനമേകുന്നവയും സ്വന്തമാക്കിയ പോരെ. അപ്പോൾ അവിടെ മറ്റൊരു ചിന്ത വരും, എന്തൊക്കെ സ്വന്തമാക്കരുത്? ശ്രദ്ധിക്കണം. പ്രലോഭന സാധ്യതയുള്ളവ എന്തിനാണ് സ്വന്തമാക്കുന്നത്? അപകടം വിളിച്ചു വരുത്തുന്നവ എന്തിനാണ് സ്വന്തമാക്കുക? സ്വന്തം വില നഷ്ടമാക്കുന്നവയും സ്വന്തമാക്കാതിരുന്നാൽ പ്രയോജനകരമായവയ്ക്ക് വന്നു കയറാനുള്ള ഇടമെങ്കിലും ഉണ്ടാവും. കുറെ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തുമാത്രം വിഭവങ്ങളാണ് നമ്മൾ എവിടെയൊക്കെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവ നമ്മളും പ്രയോജനപ്പെടുത്തുന്നില്ല, നമുക്കും ഇപ്പോൾ അവ ഉപകരിക്കുന്നില്ല. എന്നാൽ അർഹതയുള്ള ആവശ്യമുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സന്മനസ്സുമില്ല. ധർമ്മദാനത്തെക്കുറിച്ച് ക്രിസ്തുയേശു പറഞ്ഞത് നമ്മൾ പഠിച്ചെടുത്തേ മതിയാവൂ, അനുകരിച്ചേ മതിയാവൂ. ആമേൻ.